Hi friends, this is സിദ്ധാർത്ഥ വ്ളോഗ്. നമ്മുടെ 11ാമത്തെ എപ്പിസോഡാണ്. വിഷയം ഓണവും സ്പെഷ്യൽ ഓഫറുകളും. മറ്റന്നാളാണ് അത്തം. അത്തം മുതൽ ആഘോഷങ്ങളുടെ തുടക്കമായി. കമ്പനികളും ഓഫീസുകളും റെസിഡൻസ് അസോസിയേഷനുകളും എല്ലാം തന്നെ പൂക്കള മത്സരം, സദ്യ, ഓണാഘോഷങ്ങളെല്ലാം ആരംഭിക്കുക. അപ്പോൾ മറ്റന്നാളാണ് നമ്മുടെ തൃപ്പൂണിത്തറ അത്തച്ചമയ ഘോഷയാത്ര. ഞാനും തൃപ്പൂണിത്തറയിലാണ്. ഓണം വന്നതോടുകൂടി ടെക്സ്റ്റൈൽ ഷോപ്പുകളും അതേപോലെ തന്നെ ഹോം അപ്ലയൻസ് ഷോപ്പുകളുമെല്ലാം പ്രധാന പത്രങ്ങളുടെ 1-ാം പേജിൽ തന്നെ ഫുൾ പേജ് പരസ്യങ്ങളാണ്. ഹോം അപ്ലയൻസുകാരെല്ലാം 25 കോടിയുടെ സമ്മാനങ്ങൾ, 20 കോടിയുടെ സമ്മാനങ്ങൾ, 70% ഡിസ്കൗണ്ട്, 50% ഡിസ്കൗണ്ട്, 80,000 രൂപയുടെ ഫ്രിഡ്ജ് 20,000 രൂപയ്ക്ക് കിട്ടും, 20,000 രൂപയുടെ വാഷിംഗ് മെഷീൻ 10,000 രൂപയ്ക്ക് കിട്ടും. പ്രകൃതിയായ പരസ്യങ്ങളാണ് അല്ലേ? ഇത് ആർക്കൊക്കെ കിട്ടണു, ആർക്കൊക്കെ കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം അറിയില്ല. പണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇതേപോലെയായിരുന്നു. അവിടെയെല്ലാം ഇന്ത്യൻ മാർക്കറ്റാണല്ലോ ശരിക്കും പറഞ്ഞത്. ദുബായ് ഇന്ത്യൻ മാർക്കറ്റാണ്. അവിടെയും ഇതുപോലെ തന്നെയായിരുന്നു. 10 കോടിയുടെ സമ്മാനം, 5 കോടിയുടെ സമ്മാനം. അവസാനം മുനിസിപ്പാലിറ്റി ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. അവർ പറഞ്ഞു മുനിസിപ്പാലിറ്റിയുടെ സ്പെഷ്യൽ പെർമിഷനോട് കൂടി മാത്രമേ ഇത് നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ പെർമിഷൻ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ ഓഫർ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഞങ്ങൾ 10 കോടിയുടെ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്. കുഴപ്പമില്ല, നിങ്ങൾ 10 കോടി മുനിസിപ്പാലിറ്റിയിൽ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലോ അതല്ലെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെ സമ്മാനം കിട്ടിയ എന്ന ഫുൾ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതോടുകൂടി സമ്മാന വർഷം നിന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സിസ്റ്റം ഇവിടെയും വരണം. കാരണം നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും ഒരു നിയന്ത്രണവുമില്ല. മനസ്സിലായില്ലേ? ആരെയും പറ്റിക്കാം. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പൊട്ടും. നമ്മുടെ ആട്, മാഞ്ചിയം, തേക്ക്, അങ്ങനെ പലതും. അത് ഇപ്പോൾ ഡെയിലി ഓരോ കാര്യങ്ങൾ നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു സാധനം വാങ്ങണമെങ്കിൽ ഒരു ഫ്രിഡ്ജ് അല്ല ടി വി, വാഷിംഗ് മെഷീൻ എന്തെങ്കിലും ഒന്ന് വാങ്ങണമെങ്കിൽ ഏത് ബ്രാൻഡാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം തീരുമാനിക്കുക. അതിനുശേഷം ചുരുങ്ങിയത് ഒരു 4 ഷോറൂമെങ്കിലും വിസിറ്റ് ചെയ്യുക. അതിൻ്റെ പ്രൈസ് എടുക്കുക. ഈ പ്രൈസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 4 തരം പ്രൈസാണ് കിട്ടുക. അതിനുശേഷം ഏറ്റവും കുറവ് പറഞ്ഞ ഷോറൂമിൽ വീണ്ടും വരിക. അവരോട് പറയാം, ഞങ്ങളിത് വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്, സ്പെഷ്യൽ പ്രൈസ് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അവർ വീണ്ടും കുറച്ച് തരുമ്പോൾ അവിടുന്ന് വാങ്ങുക. അതാണ് ഇതിനുള്ള ഏക മാർഗം എന്ന് പറയും. അങ്ങനെ പോകുമ്പോൾ ഒന്നുകിൽ ഫാമിലി ആയിട്ട് പോകണം, അതല്ലെങ്കിൽ 1-2 ഫ്രണ്ട്സായിട്ട് പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയും കിട്ടും. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോഴെല്ലാവരും 5-6 വർഷമായത്. ഒരു പ്രമുഖ ഷോറൂമിൻ്റെ ഒരു സെയിൽസ്മാൻ പയ്യൻ വേറൊരു ഷോറൂമിൽ പ്രൈസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവനങ്ങനെ ഇവരുമായി സംസാരിച്ചു. അതിനെന്താ പ്രൈസ്, ഇതിനെന്താ പ്രൈസ്, ലാസ്റ്റ് എത്ര പ്രൈസിന് തരാൻ പറ്റും. അപ്പോൾ അവർക്കൊരു സംശയം തോന്നി. ഇവനവർ ഗോഡൗണിൽ കൊണ്ടുപോയി
ചോദ്യം ചെയ്തു, ശരിക്കും പടച്ചു. അടി കിട്ടിയ പയ്യന് ശാരീരികമായിട്ട് വളരെ പരിക്ക് പറ്റിപ്പോയി. അവൻ തിരിച്ചു ചെന്ന് അവൻ്റെ ഷോറൂമിൽ വിവരം പറഞ്ഞു. അവരത് കേസാക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി ഇവർ പെട്ടുപോയി. പിന്നെ ഇതിൻ്റെ ഓണർ, ആ സ്ഥാപനത്തിൻ്റെ ഓണറുമായി സംസാരിച്ചു. ചെറുക്കന് ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അതിനുശേഷമാണ് ആ കേസ് ഒത്തുതീർന്നത്. അതല്ലെങ്കിൽ അതൊരു പോലീസ് കേസാവുമായിരുന്നു, പത്രങ്ങളിലും ടി വിയിലൊക്കെ വരുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഏതൊരു സാധനം വാങ്ങുമ്പോഴും ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിലൊന്നും ചെന്നിട്ട് ഇങ്ങനെ നമുക്ക് ബാർഗെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. ഈ അപ്ലയൻസ് ഷോപ്പുകളെന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ മാർജിൻ കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് അവർ കൂടുതലായിട്ട് മാർക്കറ്റ് ചെയ്യുക. അതിന് സെയിൽസ്മാൻമാർക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ് ഉണ്ട്. പണ്ട് ഞാനൊരു ടി വി വാങ്ങാൻ പോയി. ടി വി വാങ്ങാൻ പോയപ്പോൾ അന്ന് ടി വിക്കെല്ലാം വില കൂടുതലാണ്. അപ്പോൾ ടി വി ഞാൻ നോക്കിയപ്പോൾ ഓരോ ബ്രാൻഡിന് 25,000 രൂപ, അതിൻ്റെ തന്നെ സെയിം ടി വി മറ്റൊന്ന് 35,000 രൂപ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അതിന് ഇന്ന ഫെസിലിറ്റീസ് അതിൽ ബിൽറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ആ ഫെസിലിറ്റീസ് ഇതിനകത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ബ്രാൻഡ് കണ്ടു. ഞാൻ പറഞ്ഞു ഇതിനെന്താ വില? അതിന് 19,900 രൂപയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അത് മതിയെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയും തരാൻ പറ്റില്ല. കമ്പനി ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. ആ കമ്പനി ഉണ്ട്, കമ്പനിയിൽ ഗ്യാരണ്ടി തരുന്നത് നിങ്ങളാണോ എന്ന് ചോദിച്ചു. അല്ല. പിന്നെന്താ പ്രശ്നം? അല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ടി വി വാങ്ങാൻ കാരണം? ആ ടി വിയെ പറ്റി എനിക്കറിയാം, അതൊരു ലോകോത്തര ബ്രാൻഡല്ലേ. അപ്പോൾ ആ ടി വിക്ക് 19,900 രൂപ മാത്രമല്ല, ഈ 35,000 രൂപ പറയുന്ന ടി വിയുടെ എല്ലാ ഫെസിലിറ്റി, അതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റി ഉള്ള ടി വിയാണത്. അങ്ങനെ ഞാനത് വാങ്ങി. സത്യം പറഞ്ഞപ്പോൾ 14 വർഷമായിട്ട് യാതൊരു കുഴപ്പം പറ്റിയിട്ടില്ല. നേരെ മറിച്ച് ഇപ്പോൾ വാങ്ങുന്ന ടി വികളെല്ലാം ഒരു 5 വർഷം ആകുമ്പോഴേക്ക് പോകും. ഇപ്പോൾ പറയും, പൊതുവെ പറയുന്നതാണ് കാരണം എല്ലാ ടി വി ഇപ്പോൾ ചൈനയിൽ നിന്നാണ് വരുന്നത്, ഓരോ കമ്പനിയുടെയും സ്റ്റിക്കർ അവർ ഒട്ടിക്കുകയാണ് എന്നൊക്കെ പറയും. അതല്ല, കാര്യം അതല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനി അവർക്ക് സൗകര്യമുള്ള രാജ്യങ്ങളിൽ, ഇപ്പോൾ എവിടെയാണ് അവർക്ക് ചിലവ് കുറച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന രാജ്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ മലേഷ്യ, സിംഗപ്പൂരോ തായ്വാനോ ചൈനയോ മറ്റു രാജ്യങ്ങളിൽ നിന്നായിരിക്കും അവർ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ അവരുടെ എൻജിനീയർമാരുടെ നിർദ്ദേശം അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ആ ക്വാളിറ്റി എല്ലാം അതേപോലെ തന്നെ ആയിരിക്കും, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഇതേപോലെ ചെയ്യുക. കാരണം ഇപ്പോൾ അതിപ്രസരമാണ് പരസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്താൽ വളരെ നന്നായിരിക്കും. ഒരു സാധനം വാങ്ങുമ്പോൾ ഇതേപോലെ തന്നെ വാങ്ങുക. സാധനം വാങ്ങിക്കഴിഞ്ഞ് അത് കേടാണെങ്കിൽ ഈ ഷോറൂമുകാർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. അവർ പറയും നിങ്ങൾ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്തോളാൻ പറയും. നമ്മളൊരു സാധനം വളരെ മോഹിച്ചായിരിക്കും വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പോൾ തന്നെ പ്രവർത്തിപ്പിക്കണം എന്നൊക്കെ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും നമ്മൾ ഈ സാധനം മേടിച്ചു കൊണ്ടിരുന്നത്. വന്നു കഴിഞ്ഞാൽ അവരതിന് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഒരു നമ്പർ തരും, നിങ്ങൾ കമ്പനിയുടെ സർവീസ് സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ എന്ന് പറയും. കമ്പനിയുടെ സർവീസ് സെൻറ്ററുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 10-15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ അത് അവർ കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് തരും. അവർ പറയും നമ്മൾ റീപ്ലേസ് ചെയ്യില്ല എന്ന് പറയും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ചവറ് പോലെ ഈ സാധനങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് ആണ് അവരുടെ എല്ലാവർക്കും പെരുമാറ്റങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായിട്ട് വരാം. താങ്ക് യു.